ഇന്ന് അങ്ങനെ തിരുവോണമാണ്. ഞാനും പിന്നീട് ഔട്ട്ഫിറ്റ് ഓണക്കോടിയൊന്നും അല്ല, ഇവളുടെ ഓണക്കോടിയാ. ഇതെന്റെ പഴയൊരു ബ്ലൗസും അമ്മയുടെ സെറ്റ് സാരി. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കുപ്പിവള, കമ്മൽ, മൂക്കുത്തി ഇടാൻ പറഞ്ഞില്ലല്ലോ. റീലൊക്കെ എടുക്കാൻ വേണ്ടിയാ ഇത്ര ഒരുങ്ങിയത്. നടന്നാൽ മതിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഓണമാണെന്നൊരു ഫീലേ കിട്ടുന്നില്ല. സംഭവം പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബ് പരിപാടി അതൊക്കെയായിരുന്നു ഓണം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഓണം അതൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെ ക്ലബ്ബ് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. പണ്ടത്തെ കൂട്ടൊരു ഇതില്ലേ. ഇപ്പം ഓണമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരുങ്ങിയത്, എൻ്റെ റീലൊക്കെ എടുക്കാനൊക്കെ. ഇതാ എൻ്റെ മാല. ഞാനൊരു മെർമെയ്ഡാണ് ഉദ്ദേശിച്ചത്. ഏകദേശം അതുപോലൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പം നമുക്ക് സദ്യ കഴിക്കാം. നമ്മൾ കുറേ ആയിട്ട് സദ്യയും വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്രാവശ്യം നമ്മളങ്ങനെ ഒത്തിരി ഒന്നും ചെറുതായിട്ട് വലിയ ഓണമൊന്നും നമ്മൾ ഇപ്രാവശ്യം ഒരുങ്ങുന്നില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഹോസ്റ്റലിൽ സത്യം പറഞ്ഞാൽ ഓണം ഒരുക്കണ്ടെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഹോസ്റ്റലിൽ നമുക്കിവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പായസവും സദ്യയൊക്കെ വെച്ചു. ചെറുതായിട്ടൊക്കെ കാണിക്കാം. ഉച്ചഭാവമാണ് അമ്മയ്ക്ക് രാവിലെ തൊട്ട്. രാവിലെ തൊട്ടേ കലിപ്പ് മോഡിലാണ്. രാവിലെ ഒന്നും കഴിച്ചില്ല. അതാ ഞാൻ പറഞ്ഞില്ലേ, വെച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ തിന്നത്തില്ല. ഉച്ചയ്ക്ക് കഴിക്കത്തു, വിശപ്പില്ല. നല്ല കുട്ടിയായിട്ട് സദ്യ പായസം കുടിച്ചോ? നീ ഒന്ന് കഴിച്ച്. ഫുഡ് കഴിച്ചപ്പോഴേക്കും പുന്നേതാണ്ട് കിടപ്പായി. മര്യാദക്ക് എനിക്ക് ഫോട്ടോ എടുത്തു തന്നോ? ഒന്നുമില്ല, എനിക്ക് ഫോട്ടോ വേണം. ചുമ്മാ ഞാൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ സെറ്റ് ചെയ്ത വലിയ രസമൊന്നുമില്ല. ഓ ഇതാ, വാ എനിക്ക് ഫോട്ടോ എടുത്താ. നല്ല സദ്യയായിരുന്നു, വേറൊക്കെ നിറഞ്ഞു. ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് അമ്മയുടെ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം. ആ അവിയല്, പരിപ്പ്, പച്ചടി. രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. ഇന്നെന്തോ ഇപ്പൊ എന്തോ കുറച്ച് വെയിൽ കാണുന്നു. രാവിലെ തൊട്ട് ഭയങ്കര മഴ, അതുകൊണ്ട് അമ്പലത്തിലും പോയില്ല ഞങ്ങളല്ല ഞാൻ. എഴുന്നേക്കാൻ ലേറ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ എണ്ണീറ്റു, പക്ഷെ എനിക്ക് ഭയങ്കര മഴയായിരുന്നു. സെറ്റ് സാരിയൊക്കെ ഉടുത്ത് പോയാല് ചെളി പുരണ്ട് വരാം. ഞാൻ ഉടുപ്പിച്ച് തന്നോണ്ട് കൊള്ളാം. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇത്രേ ഉള്ളൂ. ചെയ്തു വന്നപ്പം നമ്മളിവിടെ എല്ലാം നിൽക്കുന്നുള്ളൂ, എങ്ങും പോകുന്നില്ല. ഇതാണ് പൊന്നിമുത്ത്. അയ്യോ, ഞാൻ എന്നാ ഇതെല്ലാം ഒന്ന് ഊരി മാറ്റട്ടെ. ചൂടെടുക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല പായസം, ഒത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അയ്യോ നല്ലതാണ് പറയുന്നുണ്ടല്ലോ. ഡ്രസ്സൊക്കെ മാറി. വീഡിയോസിനെ പറ്റിയാണ് ഇവര് പറയുന്നത്.
ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണീറ്റുള്ളൂ. ഞാൻ മുഖം പോലും കഴിവാതാണ് കിടന്നത്. നമുക്ക് കരിയൊക്കെ ഇനി എന്തെങ്കിലും വിശക്കുന്നു, എന്തെങ്കിലും ഒന്ന് കുറിക്കണം. പുന്നേരി അവിടെ അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുക. വെള്ളിമണിയുടെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോയി നോക്കാം. നിശക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഉച്ചഭാവം എന്തുവാ നിനക്ക് എപ്പോഴും നിന്റെ കൂടെ ഒരു സെർവന്റ് വേണം. ഒരു ജോലി ചെയ്യുമ്പോ എല്ലാം ചെയ്യാൻ പഠിക്കണം അല്ലെ? അല്ലെങ്കിൽ അത് എടുത്തോണ്ട് പോവാ, ഇതെടുത്തോണ്ട് പോവാ. പിന്നെ കാണിക്കാം. അയ്യോ, This is onion and this is tomato. സൂപ്പർ സൂപ്പർ കിടുക്കി. നമ്മളിങ്ങനെ നൈറ്റ് സദ്യ, എനിക്ക് സദ്യയാണ് ഇഷ്ടം. എന്നാലും എനിക്കിവിടെ ഇതെന്തോ ഇത് സ്പാനിഷ് മുട്ട എന്തോ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. എന്തുവാ പുഴുങ്ങി മതിയായിരുന്നു എനിക്ക്. യൂട്യൂബില് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യണം. കഴിച്ചിട്ട് പറയാം കൈസ് എങ്ങനെ ഉണ്ടെന്ന്. പുന്നേരിയുടെ പൊള്ളിമാണി ഡിഷ് കരിഞ്ഞു പോയി ചെറുതായിട്ട്. ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുന്ന നമുക്ക് നോക്കാം. ചെറുതായിട്ട് കണ്ടിട്ട് രാത്രിയിലും ഞാൻ സദ്യ, എനിക്ക് വാഴയില കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരൊക്കെ വീട്ടിലാണ് കഴിക്കുന്നത്. എനിക്ക് വാഴയില വേണം, ഭയങ്കര ഇഷ്ടമാണ്. വാഴയില കഴിക്കുമ്പോൾ ഒരു ഫീൽ അത് വേറെ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ ഇത് കഴിച്ചു നോക്കാം. പുന്നേരിയുടെ പൊള്ളിമാണി ഡിഷ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ കൊള്ളാം, പക്ഷെ കിച്ച് കരിഞ്ഞൊന്നും അറിയുന്നില്ല. നല്ല ടേസ്റ്റ്. അപ്പോൾ നല്ല ജ്യൂസി അകത്തൊക്കെ. പാലുണ്ടോ? കൊള്ളാം, നല്ല ടേസ്റ്റ്. മുട്ട പുന്നേരിയുടെ മുട്ട സുഖമില്ല. ഇല്ല, അമ്മയ്ക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണ്. മല്ലിയില ഭയങ്കര. അതിനൊക്കെ എനിക്കിഷ്ടം. നല്ല ഫ്ലേവറാണ്. എനിക്ക് പൊതുവെ മല്ലിയില അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇത് കൊള്ളാം. ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ തിരുവോണ ദിവസം കഴിഞ്ഞു. ഞാൻ കിടക്കാൻ പോവാ, രാത്രിയായി. സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഇപ്പോഴും ആ കരിയൊന്നും ശരിക്കും പോയിട്ടില്ല. ഓക്കെ, എന്താ പറയുക, സാധാ ഒരു തിരുവോണ ദിവസം എനിക്കൊരു സാധാ ഒരു ദിവസം പോലെ തന്നെയായിരുന്നു. എന്താ വലിയ ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി. അയ്യോ അച്ഛനില്ല, ഞാൻ, അമ്മ, അച്ഛൻ പുറത്താട്ടോ. ഇന്നാണ് അച്ഛൻ്റെ ബർത്ത്ഡേ. തിരുവോണ ദിവസം ആട്ടോ അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പം എന്താ സാധാ ഒരു ദിവസം പോലെ പോയി. വലിയ ഇതൊന്നും ഇല്ല, നമ്മളങ്ങനെ വലിയ രീതിക്ക് ആഘോഷിച്ചതുമില്ല. സദ്യ വെച്ചു, പെയിൻ ഗസ്റ്റായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പായസവും വെച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഓണം വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എനിക്കെന്തോ കഴിഞ്ഞ വർഷത്തെ ഓണം വ്ലോഗ് കണ്ടപ്പം ഈ വർഷം എടുക്കണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര മെമ്മറീസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെയിനായിട്ട് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന തന്നെ എൻ്റെ മെമ്മറീസ്, എൻ്റെ ജേർണി എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞ വർഷത്തേക്ക് കണ്ടപ്പം എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതെടുത്ത് വെക്കുവാണെങ്കിൽ എനിക്ക് പിന്നെ കുറേ വർഷം കാണുമ്പോഴും വല്ലാത്തൊരു ഫീലായിരിക്കും. സോ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഓൺ വ്ലോഗ് എടുത്തതും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്, വലിയ രീതിക്ക് പറയാനൊന്നുമില്ല. വീട്ടിൽ ഫുഡ് കഴിക്കുന്നു, കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ എനിക്കത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. സോ അത്രേ ഉള്ളൂ ഓണം വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കണ്ട. ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.